അപ്പൊ പിന്നെ ഇതൊന്നും കഴിക്കണ്ടെന്നോ? അങ്ങനെയാണോ ഈ പറയണതിന്റെ അർത്ഥം? അങ്ങനെയുണ്ടല്ലോ, ഒരു ചിന്ത വരണമല്ലോ. അപ്പൊ ഇതൊന്നും കഴിക്കണ്ട, കുടിക്കണ്ട, ഒന്നും ചെയ്യണ്ട, അങ്ങനെ ജീവിക്കാൻ പറ്റും? അങ്ങനെയല്ല. കഴിക്കാൻ തന്നെയാണ്, ഇതൊക്കെ അനുഭവിക്കാൻ തന്നെയാണ്. നല്ല വീട് വേണം, നല്ല വാഹനം വേണം, നല്ല വസ്ത്രം വേണം, നല്ല ആഹാരം വേണം, ഒക്കെ വേണം. നല്ല പറമ്പ് വേണം, കൃഷിയിടം വേണം, ജോലി വേണം, ഒക്കെ വേണം. വേണ്ടാന്നൊന്നും ഇസ്ലാം പറയില്ല. അതൊക്കെ അതിന്റെ പരിധിക്ക് വേണ്ടത് തന്നെയാണ്. പക്ഷെ ഇതൊക്കെ തരേ, അതാണ് റമദാൻ, അതാണ് നമ്മുടെ ജീവിതം. ആ ശുക്ർ വേണം. അത് നമ്മളിങ്ങനെ വെറുതെ അൽഹംദുലില്ലാ. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ദിവസം ഞാൻ എന്നോടടക്കം പറയണം, ഇന്നത്തെ ദിവസം ഒരുപാട് വെള്ളം കുടിച്ചു, ഒരുപാട് ഭക്ഷണം കഴിച്ചു, ബിസ്മില്ലാഹിർ റഹ്മാൻ, അതങ്ങനെ ചുണ്ടിലേക്ക് അടുക്കുമ്പോ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാൻ പറയും. ഏതെങ്കിലും കാൽ പറഞ്ഞോ? ആ പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്നെങ്കിലും നമ്മൾ അറിഞ്ഞോ? എന്റെ റബ്ബേ, ഈ വെള്ളം നീ എനിക്ക് തന്നല്ലോ, എന്റെ നാമത്തിൽ ഞാൻ കുടിക്കേ ഓർത്തു. കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ പറയും, പറയില്ല എന്ന് പറയില്ല. ഈ നാവിനപ്പുറം നമ്മുടെ കൽബ് അറിഞ്ഞിട്ടുണ്ടോ ഇത്? അൽഹംദുലില്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, എവിടേക്ക് നമ്മൾ പോകണ്ടേന്നറിയോ? സ്വർഗം. ഒരു പിടി ഭക്ഷണം കയ്യിലെടുക്കുമ്പോ പൊട്ടിക്കരഞ്ഞ് വിതുമ്പിയിട്ട്, ഈ ഭക്ഷണം എന്റെ റബ്ബ് എനിക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നല്ലോ. ഒരു നന്മ എന്നിലില്ല, ഒരു നല്ല ജീവിതമില്ല, ഒരു നല്ല ചിന്തയില്ല, ഒരു നല്ല അമൽ എന്റെ റബ്ബിന്റെ മുമ്പിൽ എടുത്തു വെക്കാനില്ലാത്ത നന്ദി കെട്ട ഈ പാപിക്ക് ഈ ഭക്ഷണം എന്റെ റബ്ബ് സുന്ദരമാക്കി ഒരുക്കി തന്നല്ലോ. കരഞ്ഞ പൊട്ടിയ ഹൃദയം വെച്ച് തിന്നിറക്കിയ മഹത്തുക്കൾ ജീവിച്ച മണ്ണില് നമ്മുടെ ജീവിക്കണം. ഒരു തുള്ളി വെള്ളം കയ്യിലെടുക്കുമ്പോൾ മനസ്സ് പെടഞ്ഞിട്ട് ഒരുപാട് പേർക്ക് ഇത് കുടിക്കാൻ അവസരമില്ലാതെ വരുമ്പോ എന്റെ റബ്ബ് എനിക്ക് സുഖകരമായി ഇത് ഇറക്കി തരുന്നല്ലോ, അൽഹംദുലില്ലാ. മനസ്സറിഞ്ഞ് പറഞ്ഞു ജീവിച്ചവരുടെ പിൻഗാമികളാണ് നമ്മൾ.